ഗുഡ് മോർണിംഗ്. നമ്മൾ ബിസിനസ് റെഗുലേഷനിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെഡ് കൺസിഡറേഷൻ എന്നാണ്. കൺസിഡറേഷൻ എന്നാൽ എന്താണെന്നും അതിൻ്റെ എലമെൻറ്റും നമ്മൾ ചർച്ചയ്ക്കെടുത്തു. അതിൽ ആദ്യത്തെ 3 എലമെൻറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസൈർ ഓഫ് ദ പ്രോമിസർ. 2, കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. 3, ദ കൺസിഡറേഷൻ മസ്റ്റ് ബി ലാഫുൾ. ഇനി നമുക്ക് പറയേണ്ട നെക്സ്റ്റ് ഹെഡ് അല്ലെങ്കിൽ അടുത്ത പോയിന്റ്, കൺസിഡറേഷൻ മേ ബി പാസ്റ്റ് ഓർ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. കൺസിഡറേഷൻ എന്തൊക്കെയാവാം? പ്രസൻ്റ് ആവാം, പാസ്റ്റ് ആവാം, ഫ്യൂച്ചർ ആവാം. അത് മൂന്നും അതിൻ്റെ പ്രോമിസ് തീയതിക്ക് മുന്നേ, അതിന് ശേഷം, ആ സമയം എന്ന് മാത്രമാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ എന്തൊക്കെയാണെന്നൊന്ന് ചർച്ചയ്ക്കെടുക്കാം. ആദ്യം പാസ്റ്റ് കൺസിഡറേഷൻ. പാസ്റ്റ് കൺസിഡറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പ്രോമിസ് തീയതിക്ക് മുമ്പ് കൺസിഡറേഷൻ കിട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാസ്റ്റ് കൺസിഡറേഷൻ. അതായത് ഒരാൾ ഒരു കുളത്തിൽ കുളിക്കുമ്പോൾ ആളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? ആളെ കയ്യിൽ മോതിരം കളഞ്ഞു പോവുകയാണ്. ആ മോതിരം എന്ത് ചെയ്യാണ്? അയൽവാസി എടുത്തിട്ട് ഇയാൾക്ക് കൊടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഈ മോതിരം കിട്ടിയ ആൾ പറയാണ്, ഞാൻ നിനക്ക് 5000 അല്ലെങ്കിൽ ഒരു 500 രൂപ, 5000 വേണ്ട, ഒരുപാൻ്റെ അടുത്ത് ഒരു അരപ്പവൻ്റെ അടുത്ത് പൈസ, അപ്പോൾ ഒരു 500 രൂപ ഞാൻ നിനക്ക് തരാമെന്ന് പ്രോമിസ് ചെയ്യുന്നു. അപ്പോൾ പ്രോമിസ് തീയതിക്ക് മുമ്പാണ് കൺസിഡറേഷൻ കിട്ടിയതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാസ്റ്റ് കൺസിഡറേഷൻ. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. പാസ്റ്റ് കൺസിഡറേഷൻ. പാസ്റ്റ് കൺസിഡറേഷൻ, ഇഫ് ദ പ്രോമിസർ had received consideration before the date of promise. പ്രോമിസ് തീയതിക്ക് മുമ്പ് കൺസിഡറേഷൻ കിട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഏത് കൺസിഡറേഷൻ? പാസ്റ്റ് കൺസിഡറേഷൻ. ഓക്കെ, ഇനി അതിൽ തന്നെ രണ്ടാമത്തതാണ് പ്രസൻറ്റ് കൺസിഡറേഷൻ. പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതിലൊറ്റ ഉദാഹരണം, ക്യാഷ് സെയിൽസ്. പൈസ കൊടുക്കുക, സാധനം വാങ്ങുക. പൈസ കൊടുക്കുമ്പോൾ സാധനം കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രസൻറ്റ് കൺസിഡറേഷൻ. അപ്പോൾ പ്രസൻ്റ് ആണ് കൺസിഡറേഷൻ. പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു, ദാറ്റ് ഈസ് പ്രസൻറ്റ് കൺസിഡറേഷൻ. അപ്പോൾ പ്രസൻറ്റ് കൺസിഡറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. വെൻ കൺസിഡറേഷൻ ഈസ് ഗിവൺ സൈമിൾട്ടേനിയസ്ലി അറ്റ് ദ ടൈം ഓഫ് പ്രോമിസ് ഈസ് കാൾഡ് പ്രസൻറ്റ് കൺസിഡറേഷൻ. ഒരു സാധനം നമ്മൾ വാങ്ങുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ പൈസ കൊടുത്ത് ആ സാധനം വാങ്ങണമെങ്കിൽ, ഒരേ സമയം പ്രോമിസ് തീയതിക്ക് തന്നെ കൺസിഡറേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഏത് കൺസിഡറേഷൻ? പ്രസൻറ്റ് കൺസിഡറേഷൻ. ക്യാഷ് സെയിൽസ് എന്തോ നമ്മൾ പൈസ കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു, അത് ഒരു കൺസിഡറേഷൻ. ഇനി ഫ്യൂച്ചർ കൺസിഡറേഷൻ, മൂന്നാമത്തത്. അതിൽ തന്നെ മൂന്നാമത്തത് ഫ്യൂച്ചർ കൺസിഡറേഷൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫ്യൂച്ചറിൽ ഒരു തീയതിയിൽ കൺസിഡറേഷൻസ് തരാം എന്ന് 2 ടീമോ 1 ടീമോ ഏൽക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂച്ചർ കൺസിഡറേഷൻ. അതായത് ഇപ്പോൾ ഒരു ആൾ പറയാണ്, എ എന്ന് പറയുന്ന ആൾ ബി എന്ന് പറയുന്ന ആളോട് പറയാണ്, എൻ്റെ കയ്യിലുള്ള ബൈക്ക് അടുത്ത മാസം 5-ാം തീയതി ഞാൻ നിനക്ക് തരാം, അന്ന് നീ എനിക്ക് ഒരു 25,000 രൂപ തന്നാൽ മതി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയാണ്, നീ ആ ബൈക്ക് എനിക്ക് തരുമോ? അപ്പോൾ അവൻ പറയാണ്, ഞാൻ അടുത്ത ആഴ്ച ബൈക്ക് തരാം, അപ്പോൾ നീ പൈസ തന്നാൽ മതി. അപ്പോൾ ഫ്യൂച്ചർ ഡേറ്റിൽ കൺസിഡറേഷൻ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂച്ചർ കൺസിഡറേഷൻ. നോക്കാം നമുക്ക്. വെൻ കൺസിഡറേഷൻ ബൈ വൺ പാർട്ടി പ്രോമിസ് ടു ഗിവ് ഇൻ ഫ്യൂച്ചർ, ഇറ്റ് ഈസ് ഫ്യൂച്ചർ കൺസിഡറേഷൻ. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു ഡേറ്റിൽ കൺസിഡറേഷൻ നൽകാമെന്ന് ഏൽക്കുന്ന കരാറിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂച്ചർ കൺസിഡറേഷൻ. ഇനി അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പോയിന്റാണ് പറഞ്ഞത്. ഇനി നമുക്ക് പറയേണ്ടത്, നമ്മൾ 4ാമത്തെ പോയിന്റാണ് പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് 5ാമത്തെ പോയിന്റാണ്. 5ാമത്തെ പോയിന്റ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് കൺസിഡറേഷൻ നീഡ് നോട്ട് ടു ബി ആഡിക്വേറ്റ് ആണ്. കൺസിഡറേഷൻ എന്താണ്? നീഡ് നോട്ട് ടു ബി ആഡിക്വേറ്റ്. കൺസിഡറേഷൻ ഒരു നിശ്ചിത തുക വേണമെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടില്ല. എത്ര തുകയ്ക്കും നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡറേഷൻ ഫിക്സ് ചെയ്യാം എന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മൾ എൻ്റെ കയ്യിലുള്ള ഒരു മൊബൈൽ
ഇപ്പോൾ A30 എന്ന് പറയുന്ന മൊബൈലാണ്. ആ മൊബൈലിന് ഇപ്പോൾ 15,000 രൂപ വിലയുണ്ട്. ഞാൻ ആ മൊബൈൽ എന്ത് ചെയ്യുന്നു, എൻ്റെ സുഹൃത്തിന് 1000 രൂപക്ക് വെക്കുന്നു. അപ്പോൾ എൻ്റെ കൺസിഡറേഷൻ 1000 രൂപ, അവനക്ക് മൊബൈൽ. അപ്പോൾ കൺസിഡറേഷൻ ഫിക്സ് ചെയ്യുന്നത് ഒരിക്കലും നിയമത്തിൻ്റെ കാഴ്ചപ്പാടില്ല. നിയമത്തിൽ കൺസിഡറേഷൻ ഇത്ര വേണമെന്ന് പറയില്ല. കൺസിഡറേഷൻ ഫിക്സ് ചെയ്യുന്നത് പ്രോമിസറും പ്രോമിസിയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ് ഇൻ എനി ലാ, ബട്ട് കൺസിഡറേഷൻ ഫിക്സഡ് ബൈ ഇൻ ബിറ്റ്വീൻ പ്രോമിസർ ആൻഡ് പ്രോമിസി. പക്ഷെ മറ്റൊരു കാര്യം കൊണ്ട് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ താഴ്ത്തിയിട്ട് കൺസിഡറേഷൻ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രശ്നമാവും. അപ്പോൾ കൺസിഡറേഷൻ ഫിക്സ് ചെയ്യേണ്ടത് ശരിക്കും ആരാണ്? പ്രോമിസറും പ്രോമിസിയും കൂടിയുള്ള ആളുകളാണ് കൺസിഡറേഷൻ ഫിക്സ് ചെയ്യേണ്ടത്. നിയമത്തിന് മുമ്പിൽ എന്ത് ചെയ്യേണ്ട? കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റഡ്, നിശ്ചിത എമൗണ്ട് വേണമെന്ന് പറയേണ്ട ആവശ്യം ഇല്ല. സംതിങ് ഫോർ ആൻഡ് സംതിങ് ഇൻ റിട്ടേൺ, എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്ത് എന്തെങ്കിലും കൊണ്ട് കിട്ടി, അത് മാത്രമേ അതിൽ ഈ കൺസിഡറേഷൻ എന്ന ഓപ്ഷനിൽ പരിഗണിക്കൂ. ഇനി ആറാമത്തെ പോയിന്റ് പറയുന്നത് ദ കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂസറി. കൺസിഡറേഷൻ എന്തായിരിക്കണം? റിയൽ ആയിരിക്കണം, എന്താകരുത്? ഇല്യൂസറി, അയഥാർത്ഥമാകരുത്. അതായത് ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ കൺസിഡറേഷൻ ആയിട്ട് പറയാൻ പറ്റൂ. അതേപോലെ സർട്ടൈൻ ആയ കാര്യം മാത്രം, നിശ്ചിതമായ കാര്യം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൺസിഡറേഷൻ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമ്മളെ സുഹൃത്തിനോട് പറയുകയാണ്, നീ പറക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ 5000 രൂപ തരാം. അപ്പോൾ ചിലപ്പോൾ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് പറക്കാനൊക്കെ ശ്രമിക്കും, കയ്യും കാലും ഒടിച്ച്, പിന്നെ നമ്മൾ പിന്നെ നോക്കേണ്ടി. അപ്പോൾ കൺസിഡറേഷൻ എന്താണ് അവസ്ഥ പറയുന്നത്? കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂസറി. കൺസിഡറേഷൻ എപ്പോഴും എന്തായിരിക്കണം? റിയൽ ആയിരിക്കണം, എന്താകരുത്? ഇല്യൂസറി ആകരുത്. നമുക്ക് നോക്കാം. കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ, ഇറ്റ് മസ്റ്റ് നോട്ട് ബി, ആവരുത് എന്താ? ഇല്യൂസറി, അയഥാർത്ഥമാവരുത്. ഇമ്പോസിബിൾ, സാധ്യമാവാത്തതാകരുത്. ഓർ അൺസർട്ടൈൻ, അനിശ്ചിതവുമാകരുത്. ഇതൊന്നും അല്ലാത്ത ഒന്നായിരിക്കണം കൺസിഡറേഷൻ എന്നതാണ് ആറാമത്തെ പോയിന്റായ ദ കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂസറി എന്ന പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ഇനി ഏഴാമത്തെ പോയിന്റ് പറയുന്നതാണ് എന്ത്? കൺസിഡറേഷൻ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. കൺസിഡറേഷൻ എന്താവാം? പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. നിങ്ങൾ എന്താ അറിയണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് കൺസിഡറേഷൻ്റെ ഡെഫിനേഷൻ നോക്കിയാൽ അതിലൊരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, the promisee or any other person has done or abstained from doing, or does or abstain from doing, or a promise to do or abstain from doing. അപ്പോൾ ഡൂ ഉണ്ട്, അബ്സ്റ്റെയിൻ ഉണ്ട്. അപ്പോൾ ചെയ്യാമെന്നുണ്ട്, ചെയ്യാതിരിക്കാമെന്നുണ്ട്. അപ്പോൾ രണ്ട് കൺസെപ്റ്റാണ് ഇതിൽ വരുന്നത്. ഒന്ന് പോസിറ്റീവ് കൺസെപ്റ്റും മറ്റൊന്ന് നെഗറ്റീവ് കൺസെപ്റ്റും. കൺസിഡറേഷൻ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഇത്രേ പറയുന്നുള്ളൂ. എ കൺസിഡറേഷൻ മേ ബി ടു ഡു സംതിങ് ഓർ നോട്ട് ടു ഡു സംതിങ്. ടു ഡു ഈസ് പോസിറ്റീവ് ആൻഡ് നോട്ട് ടു ഡു ഈസ് നെഗറ്റീവ്. അപ്പോൾ ടു കൺസെപ്റ്റ് ആർ കൺസിസ്റ്റഡ് കൺസിഡറേഷൻ. ഓക്കെ, അതുകൊണ്ടാണ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റാണ് പ്രധാനമായും കൺസിഡറേഷൻ്റെ എലമെൻ്റ് ആയിട്ട് വരുന്നത്. ഈ കൺസിഡറേഷൻ എന്നുള്ളത് ചില സമയത്ത് എസ്സി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കൺസിഡറേഷൻ? കൺസിഡറേഷൻ്റെ എലമെൻ്റ് എഴുതണം. ഇനി പറയുന്ന എക്സെപ്ഷൻ ടു കൺസിഡറേഷൻ എന്നൊരു ഹെഡും കൂടി ഉണ്ട്, അതും പിന്നെ ഒരു പ്രിവിറ്റി, അങ്ങനെ രണ്ട് ചെറിയ ഹെഡും കൂടിയാണ് ഇതിൽ പറയാനുള്ളത്. അതും കൂടി പറഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം.